അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘം ഡൽഹിയിൽ പിടിയിൽ. നേപ്പാൾ അതിർത്തി വഴി രാജ്യത്തേക്ക് ആയുധങ്ങൾ കടത്തുന്നതിനിടെയാണ് പിടിയിലായത്. ഡൽഹിയിലെ വോൾഡ് സിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു ഓപ്പറേഷൻ. 21 വിദേശ നിർമ്മിത ആയുധങ്ങളുമായി 10 പേരാണ് പിടിയിലായത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പറയൂ, എന്താണ് വിവരങ്ങൾ? രോഹിണി, രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വൻ ആയുധ റാക്കറ്റിനെയാണ് ഇപ്പോൾ ഡൽഹി ക്രൈംബ്രാഞ്ച് പിടികൂടിയിട്ടുള്ളത്. ഡൽഹിയിലെ ഓൾഡ് സിറ്റിയിൽ നിന്നുമാണ് 10 പേർ പിടിയിലായിരിക്കുന്നത്. ഇവർ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ്, അതേപോലെ തന്നെ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഭാരതത്തിലേക്ക് ആയുധങ്ങൾ കടത്തുന്ന ജോലിയായിരുന്നു, അല്ലെങ്കിൽ ആയുധങ്ങൾ കടത്തുകയായിരുന്നു ഇവർ. ഇതിനിടയിൽ ഡൽഹി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 21 ആയുധങ്ങളടക്കം ഈ 10 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവർ പാകിസ്ഥാനിലും മറ്റും നിർമ്മിച്ച ആയുധങ്ങൾ നേപ്പാൾ വഴി ഭാരതത്തിലേക്ക് കടത്തുകയായിരുന്നു. ഇവരിൽ നിന്നും പ്രധാനമായും 21 ആയുധങ്ങൾ പിടിച്ചെടുത്തു. അതിൽ PX 5.7 പിസ്റ്റളുകൾ അടക്കം ഉൾപ്പെടുന്നു. ഹൈ എൻഡ് വെപ്പൺസുകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഈ ആയുധങ്ങൾ ഡൽഹിയിലെയും അതേപോലെ തന്നെ ഡൽഹിക്ക് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ തന്നെ ഗുണ്ടാ തലവന്മാർക്ക് കൈമാറി പണം സമ്പാദിക്കുന്ന രീതിയായിരുന്നു ഇവർ പിന്തുടർന്നുകൊണ്ടിരുന്നത്. പല സംസ്ഥാനങ്ങൾക്കും ഇവരുടെ നിന്നും ആയുധങ്ങൾ പല ഗുണ്ടാ നേതാക്കളും വാങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഡൽഹി ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ വൻ ആയുധവേട്ടയും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവരിൽ നിന്നും ലഭിച്ച സൂചനകളും മറ്റും ഈ ഏറ്റവും പുതിയതായി ഈ 10 പേരടങ്ങുന്ന സംഘത്തെ കണ്ടെത്തുവാൻ വേണ്ടി ഡൽഹി പോലീസിന് സഹായമായി കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചനകൾ. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.